എനിക്ക് സെൻസർ ബോർഡിൽ നിന്ന് ഫസ്റ്റ് മുംബൈ പോയപ്പോൾ അവരെന്നോട് ചോദിച്ചത്, ഇവർ ഈ നായകനെ ലവ് ജിഹാദ് പെടുത്തി അകത്തിടാനെങ്കിൽ ഈ സിനിമ സുന്ദരമായതിന്. അപ്പൊ അവരുദ്ദേശിക്കുന്നത് എന്താ? അവരുദ്ദേശിക്കുന്നത് ഒരു സമുദായം, അല്ലെങ്കിൽ ഏത് സമുദായം, ഒരു സമുദായത്തിന് ഞാൻ പറയാനില്ല, എല്ലാ സമുദായം നേരിട്ടുകൊണ്ടിരിക്കുന്ന. നമ്മൾ മുന്നിൽ നിൽക്കുന്നവരിൽ ആദ്യം കിട്ടുള്ളൂ, ബാക്കിൽ നിന്നവർക്ക് ഇവന് കിട്ടിയതിനു ശേഷം ബാക്കിയുള്ളവന് കിട്ടും. വരിക്ക് നിൽക്കുകയാണല്ലോ, ആദ്യത്തവന് കിട്ടട്ടെ, അവൻ ഒതുങ്ങിയാലുള്ള രണ്ടാമത്തെ ചെല്ലുള്ളൂ. അപ്പോ ഈ ഒരു സമുദായത്തിൽപ്പെട്ടവൻ വേറൊരു സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ അവര് പറയുന്നത് ക്രൈം ആക്കിയിട്ട് അവനെ അകത്തിടണം. അപ്പൊ സിനിമ സുന്ദരമായനെന്ന്. അത് എവിടെ ക്രൈം ആവുന്നു? ശരിക്ക് മുസ്ലിം സമുദായത്തിൽ നിന്ന് ക്രിസ്ത്യൻ സമുദായത്തിൽ പെൺകുട്ടീനെ കല്യാണം കഴിക്കാൻ മതം മാറേണ്ട ആവശ്യമില്ല. അവർക്ക് മതം മാറാതെ തന്നെ കല്യാണം കഴിക്കണം. രണ്ട് വേദത്തിൽ, ഖുർആനിലും ബൈബിളിലും പറയപ്പെടുന്നത് ഈ മതം മാറ്റം അനിവാര്യമല്ല. അപ്പോ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മതപരിക്കും തീവ്രവാദത്തിനും വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോ രണ്ടുപേര് സുന്ദരമായി സ്നേഹിച്ച് പ്രണയിച്ച് ഒരുമിച്ച് ജീവിക്കുന്നതാണ് ഇവിടെ പ്രശ്നം. പകരം ഒരാളെ സ്നേഹിച്ച മതം നോക്കി അവനെ കൊല്ലുക, ജയിലിലടക്കുക, ലവ് ജിഹാദ് പറയുക. ഇപ്പൊ ഒരു ലവ് ജിഹാദ് എന്നല്ലേ പേര് വന്നിട്ടുള്ളൂ, വേറെ മതത്തിന് പേരുണ്ടോ? മുസ്ലിം വേറെ പെൺകുട്ടിയെ കെട്ടി ലവ് ജിഹാദ് അല്ലേ? പിന്നെ വേറെ മതത്തിൽ നിന്ന് മുസ്ലിം പെൺകുട്ടിയെ കെട്ടി എന്ത് പേരുണ്ടോ? അപ്പൊ അതെന്തോ ആട്ടെ, ഞാൻ പറയുന്നത് മുസ്ലിം പെൺകുട്ടിക്ക് ഹിന്ദു പയ്യനെ പ്രണയമാണ്, അവൻ നല്ലവനാണ്, ജോലിയുള്ളവനാണ്, നല്ല സ്വഭാവക്കാരൻ, കല്യാണം കഴിക്കട്ടെ, എന്തിനാ മതം മാറുന്നത്? അതാണ് ഇവിടെ ഇവർക്കുള്ള ബുദ്ധിമുട്ട്.